കാലത്തിന്റെ പ്രവാഹത്തിൽ നിശ്ചലമായി നിൽക്കുന്ന നിസ്വ ഫോർട്ടും കാസ്റ്റിലും വെറുമൊരു കാഴ്ച മാത്രമല്ല, അത് അധികാരത്തിന്റെയും അതിജീവനത്തിന്റെയും ഒപ്പം മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ആഴമേറിയ അടയാളപ്പെടുത്തലുകളുമാണ്. ചരിത്രത്തിന്റെ താളുകളിൽ അശോക ചക്രവർത്തിയുടെ കാലഘട്ടം പോലെ നിസ്വയുടെ ചരിത്രത്തിലും അനിഷേധ്യമായ സ്വാധീനം ചെലുത്തിയ കാലഘട്ടങ്ങളുണ്ട്. പൗരാണികതയുടെ നിഗൂഢതകൾ പേറുന്ന ഈ മണ്ണിൽ ഓരോ കല്ലിലും കഥകൾ തുടിക്കുന്നു. ഭൂതകാലത്തിന്റെ നിഴലുകൾ വീഴുന്ന ഈ കോട്ടയും കൊട്ടാരവും വർത്തമാനകാലത്തിന് വിലയേറിയ പാഠങ്ങൾ നൽകുന്നു. നിസ്വയുടെ തെരുവുകളിൽ പൗരാണികതയുടെ വാസ്തുവിദ്യയും ആചാരങ്ങളും സംസ്കാരവും ഇന്നും ജീവിക്കുന്നു. ഈ മണ്ണിലെ മനുഷ്യരുടെ പാരമ്പര്യവും ആതിഥേയത്വവും നിസ്വയെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റുന്നു. നിസ്വയുടെ ഹൃദയഭാഗത്ത് പൗരാണികതയുടെ ഗന്ധം നിറയുന്ന ചെറിയ കടകളും കമ്പോളങ്ങളും ഇന്നും സജീവമാണ്. ഇവിടെ ഒമാനി ഗോത്രങ്ങളുടെ വർത്തമാനകാലവും ഭൂതകാലത്തിന്റെ പാരമ്പര്യവും ഒരുമിച്ച് സമ്മേളിക്കുന്നു. മസ്കറ്റിലെ പ്രൗഢമായ കമ്പോളങ്ങൾ അപേക്ഷിച്ച് ഇവിടുത്തെ ചെറിയ കടകൾക്ക് ഒരു പ്രത്യേക ഗ്രാമീണ ഭംഗിയാണ്. ഇവിടെ ആളുകൾ സൗഹൃദത്തോടെ സംസാരിക്കുകയും പാരമ്പര്യ അറിവുകൾ പങ്കിടുകയും ചെയ്യുന്നു. നിസ്വയിലെ കമ്പോളങ്ങൾ ഒമാനി പൈതൃകത്തിന്റെ ഒരു ജീവിക്കുന്ന മ്യൂസിയം തന്നെയാണ്. നിസ്വ ഫോർട്ടിന്റെ കരിങ്കൽ മതിലുകൾക്കുള്ളിൽ ചരിത്രത്തിന്റെ താളുകൾ അലയടിക്കുന്നു. വാസ്തുവിദ്യയുടെ വിസ്മയങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന അകത്തളങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ജീവിതത്തിന്റെയും ഭരണത്തിന്റെയും കാഴ്ചകൾ നൽകുന്നു. നിസ്വ ഫോർട്ടിന്റെയും കാസ്റ്റലിന്റെയും അകത്തളങ്ങളിലെ പൗരാണിക അറകൾ ഭൂതകാലത്തിന്റെ അമൂല്യമായ നിക്ഷേപങ്ങളാണ്. ഇവിടെ വർഷങ്ങളോളം സൂക്ഷിക്കപ്പെട്ടിരുന്ന ഈത്തപ്പഴത്തിന്റെയും ധാന്യങ്ങളുടെയും അറകൾ അന്നത്തെ ജീവിതത്തിന്റെയും വ്യാപാരത്തിന്റെയും ചിത്രങ്ങൾ നൽകുന്നു. ഒപ്പം ഒറ്റയ്ക്ക് സമ്മേളിക്കുന്ന അറകൾ നമസ്കാര സ്ഥലങ്ങൾ ആത്മീയതയുടെയും സ്വകാര്യതയുടെയും അടയാളങ്ങളായി ഇപ്പോഴും നിലകൊള്ളുന്നു. കാലം തെളിയിച്ച പൗരാണികതയുടെ അടയാളങ്ങൾ നമ്മളെ അമ്പരപ്പിക്കുന്നു. ഒമാനി പാരമ്പര്യത്തിന്റെ വിളക്കുകൾ അണയാതെ സൂക്ഷിക്കുന്ന ആഭരണ ശേഖരങ്ങൾ, കടലിന്റെ കരുത്തു പകരുന്ന നങ്കൂരങ്ങൾ അടങ്ങുന്ന ബോട്ട് ശേഖരങ്ങൾ, ഒപ്പം ഒമാനി പലഹാരമായ ഹൽവ നിർമ്മിച്ചിരുന്ന പൗരാണിക അടുപ്പുകൾ, ഇവയെല്ലാം ചരിത്രത്തിന്റെ നിശബ്ദമായ സാക്ഷികളാണ്. കാസ്റ്റലിന്റെ മട്ടുപ്പാവിൽ സന്ധ്യാസമയത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു അത്ഭുത കാഴ്ചയുണ്ട്. ആകാശം കംപ്ലീറ്റ് ഇങ്ങനെ ചുവന്ന പെയിന്റ് അടിച്ചതുപോലുള്ള സന്ധ്യാസമയത്തുള്ള അസ്തമയ സൂര്യന്റെ ആ ഒരു ജ്വലനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മനോഹരമായിട്ട് കാണാൻ പറ്റും അവിടെ. കണ്ണിനൊരിക്കലും മറക്കാനാവാത്തൊരു വിസ്മയം തീർത്ത നിസ്വ ഫോർട്ടും ഒമാനിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം പതുക്കെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ.